പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭാരതീയ ജനതാ പാർട്ടി എം പി സംബിത് പത്ര. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മാത്രമല്ല മുഴുവൻ രാജ്യത്തെയും അവർ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാർ, വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പുനരവലോകനം എന്നിവയെ ചൊല്ലി അമിത്ഷായും മമതാ ബാനർജിയും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സംബിത് പത്ര. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്. മമതാ ബാനർജി ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഒരു ഹോട്ടലിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടലിന് പുറത്ത് കാലെടുത്ത് വെക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങൾ നിങ്ങളെ ഹോട്ടലിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചതിൽ നിങ്ങൾ ഭാഗ്യവാനാണെന്നും അവർ പറഞ്ഞു. ഇതുപോലുള്ള എന്തെങ്കിലും സംഭവിക്കുന്നത് ഇതാദ്യമായല്ല. നിങ്ങൾ അമിത്ഷായെ ഭീഷണിപ്പെടുത്തുകയല്ല, ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. പശ്ചിമ ബംഗാളിൽ മുന്നിൽ 2 ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ രൂപീകരിക്കുകയും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അവരുടെ TMC ഗുണ്ടകളും ചേർന്ന് 300-ലധികം BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും പത്ര ഫ്യൂഹർ ആരോപിച്ചു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അവരുടെ TMC ഗുണ്ടകളും ചേർന്ന് 300-ലധികം BJP പ്രവർത്തകരെ കൊലപ്പെടുത്തി. നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിൽ അവർക്കൊരു പ്രശ്നമുണ്ട്. മമതാ ബാനർജി പശ്ചിമ ബംഗാളിനെ നശിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാൾ സർക്കാർ വേലി കെട്ടാൻ സ്ഥലം നൽകുന്നില്ലെന്ന അമിത്ഷായുടെ ആരോപണത്തെ സംബിത് പത്രയും പിന്തുണച്ചു. അഴിമതി, അനീതി, നുഴഞ്ഞുകയറ്റക്കാർ എന്നിവയെ ചൊല്ലി ബംഗാളിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നും മമതാ സർക്കാർ വേലി കെട്ടാൻ സ്ഥലം നൽകുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമായി പ്രസ്താവിച്ചു. വോട്ടർ പട്ടികയിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ നീക്കം ചെയ്തതിൽ മമതാ ബാനർജിയും നേതാക്കളും ബംഗാളിൽ വളരെയധികം അസ്വസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടം മുറുകുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചൊവ്വാഴ്ച പരസ്പരം രൂക്ഷമായ വാക്പോർ നടത്തിയിരുന്നു. കഴിഞ്ഞ 14 വർഷമായി ഭയവും അഴിമതിയും സംസ്ഥാനത്തിന്റെ സ്വത്വമായി മാറിയിരിക്കുന്നുവെന്നും പറഞ്ഞു ഷാ. സംസ്ഥാനത്ത് അനധികൃത കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം ആരോപിക്കപ്പെടുന്ന വിഷയത്തിൽ മമതാ ബാനർജിയോട് നിലപാട് ചോദ്യം ചെയ്തു. അതിർത്തി വേലി കെട്ടാൻ സ്ഥലം നൽകാൻ അവരുടെ സർക്കാർ വിസമ്മതിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കീഴിൽ അഴിമതി കാരണം പശ്ചിമ ബംഗാളിലെ വികസനം നിലച്ചു. മോദി ആരംഭിച്ച എല്ലാ ഗുണകരമായ പദ്ധതികളും ഇവിടുത്തെ ടോൾ സിൻഡിക്കേറ്റിന്റെ ഇരകളായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി ഭയവും അഴിമതിയും പശ്ചിമ ബംഗാളിന്റെ സ്വത്വമായി മാറിയിരിക്കുന്നുവെന്നും അമിത്ഷാ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2026 ഏപ്രിൽ 15-ന് പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുമ്പോൾ ബംഗാളിന്റെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പുനരുജ്ജീവനത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. ഇവിടെ നിന്നുള്ള ഒരു വലിയ നേതാവായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് BJP രൂപീകരിച്ചത്. അതിനാൽ ഈ ബംഗാഭൂമി ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP നേതാക്കളെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായ ദുര്യോധനോടും ദുശ്യാസനോടും താരതമ്യം ചെയ്തുകൊണ്ട് മമതാ ബാനർജി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് ശക്തമായി മറുപടി നൽകി. ഷായുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പെട്രോപോളിനും ആൻഡലിനും വേലി കെട്ടാൻ TMC സർക്കാർ ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ബംഗാളിൽ ഒരു ദുശ്ശാസനൻ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്നയുടനെ ദുശ്ശാസനനും ദുര്യോധനനും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ശകുനിയുടെ ശിഷ്യനായ ദുശ്ശാസനൻ വന്നിരിക്കുന്നു. വിവരങ്ങൾ ശേഖരിക്കാൻ വന്നിരിക്കുന്നു. ഇന്ന് അവർ പറയുന്നത് മമതാ ബാനർജി ഭൂമി നൽകില്ല എന്നാണ്. ഞാൻ ഭൂമി നൽകില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പെട്രോപോളിന് ആരാണ് ഭൂമി നൽകിയത്? ആന്റലിൻ ആരാണ് ഭൂമി നൽകിയതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണവും കുടിയേറ്റക്കാരുടെ ഒഴുക്കും ചൂടേറിയ വിഷയങ്ങളായി മാറിയിരിക്കുന്നു. 2026 സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവ മുഖ്യ പ്രമേയമായി മാറാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.